സംസ്ഥാന സർക്കാർ അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വൻകിട ക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസന നീക്കങ്ങൾക്കും മേൽ കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭാവിയെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. തുടർച്ചയായ ഭരണം ഉറപ്പിക്കാനായി ജനപ്രിയ പദ്ധതികളിൽ വൻ തുക ചെലവഴിക്കാൻ ലക്ഷ്യമിട്ട സംസ്ഥാന സർക്കാരിന് കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ 2 സുപ്രധാന തീരുമാനങ്ങൾ കനത്ത തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വർധനവ്, ശമ്പള വിതരണം, DA കുടിശ്ശിക, നിർമ്മാണ പദ്ധതികളുടെ ബില്ലുകൾ എന്നിവ അടക്കം വിവിധ ആവശ്യങ്ങൾക്കായി പണം കണ്ടെത്താൻ ഇനി സംസ്ഥാന സർക്കാർ കഠിനമായി പ്രയത്നിക്കേണ്ടി വരും. സാമ്പത്തിക വർഷത്തിന്റെ അവസാന പാദത്തിൽ ബാക്കിയുണ്ടായിരുന്ന കടമെടുപ്പ് ശേഷിയിൽ കേന്ദ്ര സർക്കാർ നടത്തിയ കുറവാണ് കേരള സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇനി കടമെടുക്കാൻ ബാക്കിയുണ്ടായിരുന്ന 12,516 കോടി രൂപയിൽ നിന്നും 6,880 കോടി രൂപയാണ് ഒറ്റയടിക്ക് വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രാലയം സംസ്ഥാനത്തിന് കത്ത് നൽകിയത്. ഇതോടെ ഈ നിർണായക പാദത്തിൽ സംസ്ഥാനത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത് വെറും 5,944 കോടി രൂപ മാത്രമായി ചുരുങ്ങി. ഈ നടപടി സംസ്ഥാനത്തിന്റെ ദൈനംദിന സാമ്പത്തിക കാര്യങ്ങളെയും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ചെലവഴിക്കലുകളെയും പ്രതികൂലമായി ബാധിക്കും.